നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യ ചൈന ബന്ധം 5 വർഷത്തിനു ശേഷം പുനഃസ്ഥാപിക്കാനുള്ള നീക്കം സജീവം. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ തത്വത്തിൽ സമ്മതിച്ച് ഇന്ത്യയും ചൈനയും. പ്രധാനമന്ത്രി മോദി ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസ് സന്ദർശിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ ഇന്ത്യയുമായി നല്ല ബന്ധമാണ് സൂക്ഷിക്കുന്നതെന്നും ട്രംപ്. കോവിഡ്-19 വാക്സിനുകൾ നിരസിച്ചതിന് പുറത്താക്കപ്പെട്ട സൈനികരെ US സൈന്യത്തിൽ ഉൾപ്പെടുത്തിയും സൈനികരുടെ ട്രാൻസ്ജെൻഡർ പദവി നീക്കം ചെയ്തും എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് കമ്പനിയായ ഡീപ്സിക്കിന്റെ ഉയർച്ചയെ US ടെക് വ്യവസായത്തിന് ഒരു ഉണർവ് കോളെന്നും സംഭവ വികാസങ്ങൾ US-ന് പോസിറ്റീവെന്നും വിശേഷിപ്പിച്ച് ട്രംപ്. ഡീപ്സീക്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിന്റെ വരവിൽ ഉലഞ്ഞ് വാൾസ്ട്രീറ്റ്. സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൂടുതലും വേഗത്തിലും നീങ്ങുക എന്നതാണ് ലക്ഷ്യമെന്ന് എംപിമാരോട് ചാൻസലർ റേച്ചൽ റീവ്സ്. ഇനി ന്യൂസിലാൻഡിലെത്തുന്ന സന്ദർശക വിസക്കാർക്ക് റിമോട്ടായി ജോലി ചെയ്യാം. വിസാകാലം നീട്ടി നൽകുന്ന സന്ദർശക വിസ നിയമങ്ങളിൽ ഇളവ് വരുത്തി ന്യൂസിലാൻഡ്. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളെ വിമർശിച്ച കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വൈസ് പ്രസിഡന്റ് JD വാൻസ്. UK-യിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരുടെ റിക്രൂട്ട്മെന്റ് വിപുലീകരിക്കുന്നതും സംബന്ധിച്ച് UK പ്രതിനിധികളായി ചർച്ച നടത്തി നോർക്ക അധികൃതർ. ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിഷ് ഗോപാലകൃഷ്ണനെതിരെ SC/ST അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുത്ത് ബംഗളൂരു പോലീസ്. യുവാക്കൾക്ക് പ്രാതിനിധ്യമില്ലാത്ത പാർട്ടിയെന്ന ദുഷ്പേര് മാറ്റാൻ മുൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പാർട്ടി പദവി നൽകി K സുധാകരൻ. സംസ്ഥാനത്തെ BJPയുടെ 27 സംഘടനാ ജില്ലകളിലെ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു. 4 പേർ സ്ത്രീകൾ. വാർത്തകൾ വിശദമായി. കോവിഡ്-19 മഹാമാരിയും തുടർന്നുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും ഉലച്ച ഇന്ത്യ ചൈന ബന്ധം 5 വർഷത്തിന് ശേഷം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും തത്വത്തിൽ സമ്മതിച്ചു. ഇന്ത്യ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ബെയ്ജിംഗ് സന്ദർശനത്തിന്റെ അവസാനത്തോടെയാണ് പ്രഖ്യാപനമുണ്ടായത്. 2020-ൽ അതിർത്തിയിൽ രൂക്ഷമായ സൈനിക ഏറ്റുമുട്ടലിന് ശേഷമുള്ള ഏറ്റവും മുതിർന്ന ഔദ്യോഗിക സന്ദർശനങ്ങളൊന്നായിരുന്നു ഇത്. ഇരു രാജ്യങ്ങളും സഹകരണത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരേ പാതയിൽ മുന്നോട്ട് പോകണമെന്നും വിക്രം മിശ്രയോട് ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യി ചൂണ്ടിക്കാട്ടി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് തത്വത്തിൽ ധാരണയായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. പാൻഡമിക്കിന് മുമ്പ് ചൈനയ്ക്കും ഇന്ത്യയ്ക്കുമിടയിൽ ഏകദേശം 500 പ്രതിമാസ നേരിട്ടുള്ള വിമാനങ്ങൾ സർവീസ് നടത്തിയിരുന്നു. പ്രധാനമന്ത്രി മോദി ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസ് സന്ദർശിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദിയുടെ സന്ദർശനത്തെ സംബന്ധിച്ച കാര്യം തിങ്കളാഴ്ച അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. നിലവിൽ ഇന്ത്യയുമായി നല്ല ബന്ധമാണ് സൂക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. US പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി മോദിയും നല്ല സൗഹൃദ ബന്ധം പുലർത്തുന്നു. 2019 സെപ്റ്റംബറിൽ ഹ്യൂസ്റ്റണിലും 2020 ഫെബ്രുവരിയിൽ അഹമ്മദാബാദിലും നടന്ന 2 വ്യത്യസ്ത റാലികളിൽ ആയിരക്കണക്കിന് ആളുകളെ ഇരുവരും അഭിസംബോധന ചെയ്തു. 2024 നവംബറിലെ അതിശയകരമായ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം US പ്രസിഡന്റ് ട്രംപുമായി സംസാരിച്ച 3 മികച്ച ലോക നേതാക്കളിൽ പ്രധാനമന്ത്രി മോദിയും ഉൾപ്പെടുന്നു. പാൻഡമിക് സമയത്ത് കോവിഡ്-19 വാക്സിനുകൾ നിരസിച്ചതിന് പുറത്താക്കപ്പെട്ട ആയിരക്കണക്കിന് സൈനികരെ US സൈന്യത്തിൽ ഉൾപ്പെടുത്തിയും സൈനികരുടെ ട്രാൻസ്ജെൻഡർ പദവി നീക്കം ചെയ്തും എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഒപ്പുവെച്ചു. ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൊന്ന് സൈന്യത്തിലെ ലിംഗപരമായ റാഡിക്കലിസം ഇല്ലാതാക്കുക എന്നായിരുന്നു. തന്റെ ആദ്യ ടേമിൽ ട്രാൻസ്ജെൻഡർ സൈനികരെ സൈനിക സേവനത്തിൽ നിന്ന് വിലക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ട്രംപ് അക്കാലത്ത് പൂർണ്ണമായി നിരോധനം കൊണ്ട് വന്നിരുന്നില്ല. ഏകദേശം 1.3 ദശലക്ഷം സജീവ ഉദ്യോഗസ്ഥർ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിൽ 15,000 ട്രാൻസ്ജെൻഡർ സർവീസ് അംഗങ്ങളുമുണ്ടെന്ന് ട്രാൻസ്ജെൻഡർ റൈറ്റ്സ് വക്താക്കൾ അവകാശപ്പെടുന്നു. ചൈനീസ് കമ്പനിയായ ഡീപ്സിക്കിന്റെ ഉയർച്ചയെ US ടെക് വ്യവസായത്തിന് ഒരു ഉണർവ് കോൾ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചു. ചൈനയുടെ വ്യവസായത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ US-ന് പോസിറ്റീവായിരിക്കുകയാണെന്നാണ് ട്രംപ് പറഞ്ഞത്.
ഡീപ്സീക്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിന്റെ വരവ് വാൾസ്ട്രീറ്റിന് ഞെട്ടലുണ്ടാക്കി. ലോഞ്ച് ചെയ്ത ഒരാഴ്ചയ്ക്കുള്ളിൽ യുഎസിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന സൗജന്യ ആപ്പായി ഡീപ്സീക്ക് മാറി. എൻവിഡിയ പോലുള്ള പ്രമുഖ യുഎസ് ടെക് സ്ഥാപനങ്ങളുടെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു. എൻവിഡിയ ചിപ്പ് ഹിമന് വിപണി മൂല്യത്തിൽ നഷ്ടപ്പെട്ടത് $500 ബില്യൺ. സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൂടുതലും വേഗത്തിലും നീങ്ങുക എന്നതാണ് ലക്ഷ്യമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് എംപിമാരോട് പറഞ്ഞു. യുകെയിലെ സാമ്പത്തിക വളർച്ച പ്രവചനങ്ങൾ മെച്ചപ്പെടുത്താനും ജീവിത നിലവാരം ഉയർത്താനും സർക്കാർ ശ്രമിക്കുകയാണെന്നും കാലാവസ്ഥ വ്യതിയാനം തടയുന്നതിനേക്കാൾ വളർച്ചയാണ് മുൻഗണന എന്നും റേച്ചൽ റീവ്സ് നിലപാടെടുത്തു. ആസൂത്രണ നിയമങ്ങളിൽ സമൂലമായ മാറ്റം വരുത്താനും കെട്ടിട അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ത്വരിതപ്പെടുത്താനും എയർപോർട്ട് വിപുലീകരണത്തെ പിന്തുണയ്ക്കാനുമുള്ള തന്റെ പദ്ധതികൾ റേച്ചൽ റീവ്സ് ഉടൻ പ്രഖ്യാപിക്കും. ഡിജിറ്റൽ നാടോടികൾ എന്ന് വിളിക്കുന്ന വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനായി സന്ദർശക വിസ നിയമങ്ങളിൽ ഇളവ് വരുത്തി ന്യൂസിലാൻഡ്. രാജ്യത്തെ വിനോദസഞ്ചാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിക്കുന്നതിനായിട്ടാണ് ഈ നടപടി. US, കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള IT ജീവനക്കാരെ ന്യൂസിലാൻഡ് ഒരു പ്രൊമോഷണൽ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു. 90 ദിവസം വരെ സന്ദർശക വിസയിൽ ന്യൂസിലാൻഡ് സന്ദർശിക്കുമ്പോൾ ഇവിടെ നിന്നും അവരെ തങ്ങളുടെ വിദേശത്തുള്ള തൊഴിലുടമയ്ക്കായി റിമോട്ടായി ജോലി ചെയ്യാൻ അനുവദിക്കും. ഇത്തരം വിസ 9 മാസം വരെ നീട്ടാം. എന്നാൽ ഈ സമയത്ത് സന്ദർശകർക്ക് നികുതി നൽകേണ്ടി വന്നേക്കാം. യാത്രക്കിടെ വിദൂരമായി ജോലി ചെയ്യുന്ന ഡിജിറ്റൽ നൊമാഡുകൾക്ക് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്നത് എളുപ്പമാക്കുന്നത് രാജ്യത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുമെന്ന് സാമ്പത്തിക വളർച്ചാ മന്ത്രി നിക്കോള വില്ലിസ് പറഞ്ഞു. ഒരു വിദേശ കമ്പനി പണം നൽകുന്നിടത്തോളം കാലം സ്വാധീനമുള്ളവർക്ക് വിസ നീട്ടി നൽകാനും വ്യവസ്ഥയുണ്ട്. ടിക്ടോക്ക് ഏറ്റെടുക്കാൻ മൈക്രോസോഫ്റ്റ് ചർച്ചയിലാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടിക്ടോക്ക് ഏറ്റെടുക്കാൻ നിരവധി കമ്പനികൾ താൽപര്യം കാണിച്ച് മുന്നോട്ട് വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനീസ് മാതൃ കമ്പനിയായ ബൈഡാൻസിനോട് സുരക്ഷാ കാരണം ചൂണ്ടിക്കാണിച്ചാണ് ടിക്ടോക്കിനെ വിൽക്കാൻ ആവശ്യപ്പെട്ടത്. USലെ 170 മില്യൺ ഉപഭോക്താക്കൾക്കായി ടിക്ടോക്കിന്റെ ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പിൻവലിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് കഴിഞ്ഞ ആഴ്ച ഒപ്പുവെച്ചു. ടിക്ടോക്ക് വാങ്ങുന്നതിനെക്കുറിച്ച് താൻ നിരവധി കമ്പനികളുമായി ചർച്ചയിലാണെന്നും അടുത്ത 30 ദിവസത്തിനുള്ളിൽ ആപ്പിന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഇംഗ്ലണ്ടിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ഡ്രോണുകൾ വഴി വീടുകളിൽ പാക്കേജുകൾ ഡെലിവറി ചെയ്യുന്നതിനുള്ള പ്രൈം എയർ സേവന അനുമതി തേടി കാത്തിരിക്കുകയാണ് ആമസോൺ. ഡർഹാമിലെ ഡാർലിംഗ്ടണിലെ വെയർഹൌസിന് ചുറ്റുമുള്ള വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അനുമതി തേടിയതിന് പിന്നാലെ ആമസോൺ അടുത്തയാഴ്ച പ്രാദേശിക പൗരന്മാർക്കായി കൂടിക്കാഴ്ചയും നടത്തും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളേക്കാൾ പകർച്ചവ്യാധി സമയത്ത് വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നത് കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കിയതെന്ന് മുൻ UK മന്ത്രി കെമി ബാഡനോക്ക് കോവിഡ് അന്വേഷണ സമിതി മുമ്പാകെ മൊഴി നൽകി. എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പങ്കിട്ട തെറ്റായ വിവരങ്ങൾ വിദഗ്ധർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിനും തിരുത്തുവാനും കഴിയുമായിരുന്നു. കോവിഡ് ഘട്ടത്തിൽ സമത്വ മന്ത്രിയായിരുന്ന കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബാഡനോക്ക് പറഞ്ഞു. പാൻഡമിക്കിനെ UK കൈകാര്യം ചെയ്യുന്ന രീതിയും അതുണ്ടാക്കിയ ആഘാതവും ഭാവിയിലേക്കുള്ള പാഠങ്ങളും പരിശോധിക്കുന്ന കോവിഡ് അന്വേഷണ സമിതി ചെയർ ലേഡി ഹാലറ്റ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ആദ്യ റിപ്പോർട്ട് UKയിലെ പാൻഡമിക് ആസൂത്രണത്തിലെ മാരകവും തന്ത്രപ്രധാനവുമായ പിഴവുകൾ കാരണം പൗരന്മാർ പരാജയപ്പെട്ടതായി വിമർശിച്ചിരുന്നു. ഔദ്യോഗികമായി കാണാത്ത കോവിഡ് അസത്യങ്ങൾ കൂടുതൽ ആശങ്കാജനകമാണെന്നും സ്വകാര്യ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പങ്കിട്ട വ്യാജ അവകാശവാദങ്ങളെക്കുറിച്ച് മന്ത്രിമാർക്ക് ധാരണയില്ലെന്നും കെമി ബാഡ്നോക്ക് പറഞ്ഞു. പുതിയ ട്രംപ് ഭരണകൂടത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് എലോൺ മസ്ക്. അതുകൊണ്ട് ട്രംപിന്റെ ഓഫീസിൽ മസ്കിനായി ഒരു പ്രത്യേക മുറി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിന് കാരണം ഡൊണാൾഡ് ട്രംപിന്റെ വീണ്ടും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി മസ്ക് കുറഞ്ഞത് $277 മില്യൺ ചെലവഴിച്ചു. ഇത് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം പ്രചാരണം നടത്തി. കാലക്രമേണ മസ്കിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ മാറുകയായിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി ഇടതുവശത്തേക്ക് നീങ്ങിയെന്നും രാഷ്ട്രീയമായി റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി തനിക്ക് കൂടുതൽ അടുപ്പം തോന്നുന്നുണ്ടെന്നും മസ്ക് അവകാശപ്പെടുന്നു. 2008-ലും 2012-ലും ബറാക് ഒബാമയ്ക്കും 2016-ൽ ഹിലാരി ക്ലിന്റനും 2020-ൽ ജോർജ് ബൈഡനും വോട്ട് ചെയ്തതായി അദ്ദേഹം പറയുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളെ വിമർശിച്ച കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വൈസ് പ്രസിഡന്റ് JD വാൻസ്. കത്തോലിക്ക സഭ വിശ്വാസി എന്ന നിലയിൽ ആ പ്രസ്താവന എന്റെ ഹൃദയം തകർത്തുവെന്ന് ഞായറാഴ്ച CBS അഭിമുഖത്തിൽ വാൻസ് പറഞ്ഞു. പള്ളികളിലും
സ്കൂളുകളിലും അനധികൃത കുടിയേറ്റക്കാരെ തിരയാൻ ICEക്ക് അനുമതി നൽകിയ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിയെ US കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടന വിമർശിച്ചിരുന്നു. US കോൺഫറൻസ് ഓഫ് കത്തോലിക്ക ബിഷപ്സ് ഒന്ന് കണ്ണാടിയിൽ നോക്കുന്നത് നല്ലതാണ്. അനധികൃത കുടിയേറ്റക്കാരെ പുനരധിവസിപ്പിക്കാൻ $100 മില്യൺ ലഭിക്കുമ്പോൾ ബിഷപ്പുമാർക്ക് മാനുഷിക പ്രശ്നങ്ങളിൽ ആശങ്ക ഉണ്ടാവാറുണ്ടോ, അതോ സാമ്പത്തിക പരിഗണനയാണോ പ്രാധാന്യമെന്നും വാൻഡ് ചോദിച്ചു. കരുതലിനും മുറവിണക്കാനും ആശ്വാസത്തിനുമുള്ള ഇടങ്ങൾ ഭീതിയോടെയും അനിശ്ചിതത്തിന്റെയും സ്ഥലങ്ങളാക്കി മാറ്റുന്നത് അപലപനീയമാണെന്ന് ബിഷപ്പുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. UK കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരുടെ റിക്രൂട്ട്മെന്റ് വിപുലീകരിക്കുന്നതിന് സംബന്ധിച്ച് UK പ്രതിനിധികളുമായി നോർക്ക അധികൃതർ ചർച്ച നടത്തി. UK നിന്നും നാവിഗോ ഡെപ്യൂട്ടി CEO മൈക്ക് റീഫ്, അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് പ്രോജക്ട് ലീഡ് ജോളി കാന്റിങ്സ്റ്റൺ, NHS പ്രതിനിധിയും മലയാളിയുമായ ഡോക്ടർ ജോജി കുര്യാക്കോസ് എന്നിവർ UK സംഘത്തിലുണ്ടായിരുന്നു. തൈക്കാട് നോർക്ക സെന്ററിൽ നടന്ന ചർച്ചയിൽ നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ ശ്രീരാമകൃഷ്ണൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി, റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് P. ജോസഫ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. സ്കോട്ട്ലാൻഡ്, അയർലാൻഡ് പ്രവിശ്യകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് സാധ്യതകളും പരിശോധിച്ചു. നോർക്ക UK കരിയർ ഫെയറിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ മികച്ച തൊഴിൽ നൈപുണ്യമുള്ളവരാണെന്ന് UK സംഘം വ്യക്തമാക്കി. കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ കേരളത്തിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള താൽപ്പര്യവും പ്രതിനിധി സംഘം അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് UK ആരോഗ്യ മേഖലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സാധ്യതകൾ സംബന്ധിച്ചും ചർച്ചയിൽ വിലയിരുത്തി. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച യൂണിഫൈഡ് പെൻഷൻ സ്കീം ഏകീകൃത പെൻഷൻ പദ്ധതിയുടെ ഔദ്യോഗിക വിജ്ഞാപനം ധനമന്ത്രാലയം പുറത്തിറക്കി. ഏപ്രിൽ 1 മുതൽ പദ്ധതി നിലവിൽ വരും. സർക്കാർ ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന പദ്ധതിക്ക് 2024 ഓഗസ്റ്റ് 24 കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. സംസ്ഥാന സർക്കാരുകൾക്കും വേണമെങ്കിൽ പദ്ധതി നടപ്പാക്കാം. വഖഫ് ഭേദഗതി ബില്ലിന് JPC അംഗീകാരം നൽകിയ നടപടിയിൽ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി പ്രതിപക്ഷം. ബില്ലിന് അംഗീകാരം നൽകിയത് ഏകപക്ഷീയമായ രീതിയിലെന്ന് വിമർശനം ശക്തമായതിനെ തുടർന്നാണ് പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സിറ്റിംഗുകളിൽ ലഭിച്ച അഭിപ്രായങ്ങൾ JPC യോഗത്തിൽ ചെയർമാൻ ജഗദാംബിക പാൽ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ബഡ്ജറ്റ് സമ്മേളനത്തിലും ഈ വിഷയം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കും. കഴിഞ്ഞ ദിവസമാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത്. 14 ഭേദഗതികളാണ് കമ്മിറ്റി അംഗീകരിച്ചത്. പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ സമിതി തള്ളിയിരുന്നു. ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. SC/ST അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ബംഗളൂരു സദാശിവ നഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IIScയിലെ സെന്റർ ഫോർ സസ്റ്റൈനബിൾ ടെക്നോളജിയിൽ ഫാക്കൽറ്റി അംഗമായിരുന്ന ആദിവാസി ബോവി വിഭാഗത്തിൽപ്പെട്ട ദുർഗപ്പയാണ് പരാതിക്കാരൻ. 2014 തന്നെ വ്യാജമായി ഹണി ട്രാപ്പ് കേസിൽ കുടുക്കിയെന്നും തുടർന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചെന്ന പരാതിയിൽ മാധ്യമപ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ റാണ അയ്യൂബിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. എക്സ്പോസ്റ്റിലൂടെ ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചുവെന്നും ഇന്ത്യാവിരുദ്ധ പ്രചാരണം നടത്തിയെന്നുമാണ് റാണയ്ക്കെതിരെയുള്ള അഭിഭാഷകൻ നൽകിയ പരാതി. ഇരുവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയിലുണ്ടാക്കുന്ന പ്രവൃത്തിയിലേർപ്പെടൽ, മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. തന്തവൈബ് വിട്ടുപിടിക്കാൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ നിർദ്ദേശം നൽകിയപ്പോഴാണ് എന്താണ് കോൺഗ്രസിലെ തന്തവൈബ് എന്ന് മനസ്സിലാകുന്നത്. യുവാക്കൾക്ക് പ്രാതിനിധ്യമില്ലാത്ത പാർട്ടി എന്ന ദുഷ്പേര് മാറ്റാൻ മുൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് പാർട്ടി പദവി നൽകി K. സുധാകരൻ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ ഭാരവാഹികളായവർക്ക് KPCCയിൽ സ്ഥാനം ലഭിക്കാൻ വീണ്ടും വർഷങ്ങളെടുക്കേണ്ട അവസ്ഥയിൽ മാറ്റം വരുത്തിയാണ് യുവാക്കളെ നേതൃപദവിയിലേക്ക് KPCC പരിഗണിച്ചത്. സംസ്ഥാന ഭാരവാഹികളായിരിക്കുന്നവർക്കാണ് പാർട്ടിയിൽ ചുമതല നൽകിയിരിക്കുന്നത്. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കമ്മിറ്റിയിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന KS ശബരിനാഥൻ, റിജിൽ മാക്കുറ്റി, NS നുസൂർ, റിയാസ് മുക്കോളി, ബാലു എന്നിവരെയും KPCCയിൽ ഉൾപ്പെടുത്താൻ തീരുമാനമായി. ഡീൻ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന കമ്മിറ്റിയിൽ സംസ്ഥാന ഭാരവാഹികളായിരുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെയാണ് നിയമിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ BJPയുടെ 27 സംഘടനാ ജില്ലകളിലെ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു. 4 പേർ സ്ത്രീകളാണ്. കാസർഗോഡ് ML അശ്വിനി, മലപ്പുറം വെസ്റ്റിൽ ദീപ പുഴയ്ക്കൽ, തൃശൂർ നോർത്തിൽ നിവേദിത സുബ്രഹ്മണ്യൻ, കൊല്ലം ഈസ്റ്റിൽ രാജീവ് പ്രസാദ് എന്നിവരാണ് വനിതാ ജില്ലാ അധ്യക്ഷന്മാർ. 269 മണ്ഡലം പ്രസിഡന്റുമാരിൽ 34 പേർ വനിതകളാണ്. സ്ത്രീ ശാക്തീകരണം BJPക്ക് മുകൾ തട്ടിൽ
പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. 3 ജില്ലാ പ്രസിഡന്റുമാർ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്ത് നിന്നാണെന്നും പട്ടികജാതി സമുദായത്തിൽ നിന്ന് 2 ജില്ലാ അധ്യക്ഷന്മാരുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ ഇതാദ്യമായി 4 വനിതകളെ ജില്ലാ പ്രസിഡന്റുമാരായി നിയമിച്ച ഏക രാഷ്ട്രീയ പാർട്ടിയായി BJP ഇന്നു മുതൽ മാറുകയാണ്. കേരളത്തിന്റെ സാമൂഹിക ഘടനയെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ജില്ലാ പ്രസിഡന്റുമാരിൽ വിവിധ സാമൂഹിക പശ്ചാത്തലത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലകളിലുടനീളം യുവാക്കൾക്ക് മികച്ച പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. NCC ഡയറക്ടറേറ്റ് കേരള ലക്ഷദ്വീപിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സും വൺ കേരള എയർ സ്ക്വാഡ്രൺ NCCയും ചേർന്ന് സ്കൂബ ഡൈവിംഗ് സാഹസിക ക്യാമ്പ് വർക്കല കാപ്പിലെ കടലിൽ സംഘടിപ്പിച്ചു. യുവ കേഡറ്റുകൾക്ക് അണ്ടർ വാട്ടർ പര്യവേക്ഷണത്തിന്റെ ആവേശം അനുഭവിക്കാനും സാഹസിക കായിക വിനോദങ്ങളിൽ അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരവും ലഭിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള വ്യോമസേനയുടെ അഡ്വഞ്ചർ നോഡൽ സെല്ലാണ് കേഡറ്റുകൾക്ക് വിദഗ്ധ പരിശീലന സെഷനുകൾ നൽകിയത്. കേഡറ്റുകൾ വിജയകരമായി പരിശീലനവും ഓപ്പൺ സീ ഡൈവിംഗ് പൂർത്തിയാക്കി. പരിശീലനം പൂർത്തീകരിച്ച 30 കേഡറ്റുകൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഡിസ്കവറി ഡൈവ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്തു. കേഡറ്റുകൾക്ക് ധൈര്യം, ടീം വർക്ക്, പ്രതിരോധ ശേഷി എന്നിവ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടതായിരുന്നു സ്കൂബ ഡൈവിംഗ് സാഹസിക ക്യാമ്പ്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: 1 പൗണ്ട് 107.76 ഇന്ത്യൻ രൂപ, $1 86.53 രൂപ, €1 90.38 രൂപ, 1 പൗണ്ട് $1.25. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 മികച്ച ടെസ്റ്റ് ക്രിക്കറ്ററായി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ താരം സ്മൃതി മന്ദനയാണ് 2024 മികച്ച വനിതാ ഏകദിന ക്രിക്കറ്റർ. കഴിഞ്ഞ വർഷം 13 ടെസ്റ്റിൽ നിന്ന് 71 വിക്കറ്റാണ് 31കാരൻ ബുംറയുടെ നേട്ടം. 2018 വിരാട് കോഹ്ലിക്കും ശേഷം ടെസ്റ്റ് ക്രിക്കറ്ററായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ബുംറ. വനിതാ ഏകദിനത്തിൽ കഴിഞ്ഞ വർഷത്തെ മിന്നും പ്രകടനമാണ് സ്മൃതിയെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യ ചൈന ബന്ധം 5 വർഷത്തിന് ശേഷം പുനഃസ്ഥാപിക്കാനുള്ള നീക്കം സജീവം. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ തത്വത്തിൽ സമ്മതിച്ച് ഇന്ത്യയും ചൈനയും. പ്രധാനമന്ത്രി മോദി ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസ് സന്ദർശിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ ഇന്ത്യയുമായി നല്ല ബന്ധമാണ് സൂക്ഷിക്കുന്നതെന്നും ട്രംപ്. COVID-19 വാക്സിനുകൾ നിരസിച്ചതിന് പുറത്താക്കപ്പെട്ട സൈനികരെ US സൈന്യത്തിൽ ഉൾപ്പെടുത്തിയും സൈനികരുടെ ട്രാൻസ്ജെൻഡർ പദവി നീക്കം ചെയ്തും എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് കമ്പനിയായ ഡീപ്സിക്കിന്റെ ഉയർച്ചയെ US ടെക് വ്യവസായത്തിന് ഒരു ഉണർവ് കോളെന്നും സംഭവ വികാസങ്ങൾ USന് പോസിറ്റീവെന്നും വിശേഷിപ്പിച്ച് ട്രംപ്. ഡീപ്സിക്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിന്റെ വരവിൽ ഉലഞ്ഞ് വാൾസ്ട്രീറ്റ്. സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൂടുതലും വേഗത്തിലും നീങ്ങുക എന്നതാണ് ലക്ഷ്യമെന്ന് MPമാരോട് ചാൻസലർ റേച്ചൽ റീവ്സ്. ഇനി ന്യൂസിലാൻഡിലെത്തുന്ന സന്ദർശക വിസക്കാർക്ക് റിമോട്ടായി ജോലി ചെയ്യാം. വിസ കാലം നീട്ടി നൽകുന്ന സന്ദർശക വിസ നിയമങ്ങളിൽ ഇളവ് വരുത്തി ന്യൂസിലാൻഡ്. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളെ വിമർശിച്ച കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വൈസ് പ്രസിഡന്റ് JD വാൻസ്. UK-യിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരുടെ റിക്രൂട്ട്മെന്റ് വിപുലീകരിക്കുന്നതും സംബന്ധിച്ച് UK പ്രതിനിധികളായി ചർച്ച നടത്തി നോർക്ക അധികൃതർ. ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിഷ് ഗോപാലകൃഷ്ണനെതിരെ SC/ST അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുത്ത് ബംഗളൂരു പോലീസ്. യുവാക്കൾക്ക് പ്രാതിനിധ്യമില്ലാത്ത പാർട്ടിയെന്ന ദുഷ്പേര് മാറ്റാൻ മുൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പാർട്ടി പദവി നൽകി K. സുധാകരൻ. സംസ്ഥാനത്തെ BJPയുടെ 27 സംഘടനാ ജില്ലകളിലെ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു. 4 പേർ സ്ത്രീകൾ. ഇന്നത്തെ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.